അഡ്മിറ്റാക്കി വിതരും. പിന്നെ പ്രിസൈഡിംഗ് ഓഫീസറും മറ്റേ ഓഫീസർമാരൊക്കെ ഇരുന്നിങ്ങനെ ചോദ്യം കണക്കിനനുസരിച്ച് പോളിംഗ് ഇങ്ങനെ കൂടും. അതാണ് കണ്ണൂരത്തെ സ്ഥിതി. അപ്പോൾ നാലോചിച്ച് നോക്കണം, വോട്ട് എണ്ണി വരുമ്പോഴോ 99% പോളിംഗ്, 99% പോളിംഗ്. എന്റെ വോട്ടർ പട്ടികയിൽ ഞാൻ 161 ആളെ മാറ്റി. ഗൾഫ് പോയവരും മരിച്ചവരും. എന്നാൽ കണ്ണൂര് ഒരു 5 കൊല്ലായിട്ട് ഒരൊറ്റ കുട്ടിന്റെ റൂമിനെ പിടിച്ചിട്ടില്ല. എന്താ കാരണം? അസ്രായേൽ ആ വഴിക്ക് വരായിട്ടല്ല. എന്താ കാരണം? മരിച്ചവരൊക്കെ വന്ന് വോട്ട് ചെയ്ത് പോവാണ്. മാധ്യമം ദിനപത്രം തുടർലേഖനം എഴുതിയിരുന്നു, മരിച്ചവരെ നിരത്തി വോട്ട് ചെയ്യുക. കണ്ണൂരിലെ സ്ഥിരം പതിവായി. ഈ തെരഞ്ഞെടുപ്പിലുണ്ടായി. 3 മണി കഴിഞ്ഞാൽ ഓഫീസ് എന്താ പറയാ, പോളിംഗ് സ്റ്റേഷൻ വിട്ടു പോകരുത് എന്ന് രമേശ് ചെന്നിത്തല കോൺഗ്രസിന്റെ പ്രവർത്തകരെ പ്രത്യേകം അറിയിച്ചു. നമ്മുടെ നേതൃത്വം മുസ്ലിം ലീഗ് പ്രവർത്തകരോടും പറഞ്ഞു, 3 മണി കഴിഞ്ഞാൽ പിന്നെ പെരുന്നാളാണ് പോളിംഗ് സ്റ്റേഷനിൽ. പിന്നെ പല ഉദ്യോഗസ്ഥർ ഇവർക്ക് വേണ്ടി ആശാന പാടുന്നവർ, അവർക്ക് ഒത്താശ ചെയ്ത് കൊടുക്കുന്നവര്, പിന്നെ ഇവരെന്നെ ഒറ്റയ്ക്ക് ഇരുന്ന് ഇങ്ങനെ വോട്ട് ചെയ്യാം. ആ ഒറ്റയ്ക്ക് ഇരുന്ന് വോട്ട് ചെയ്യലും മരിച്ചവരൊക്കെ അങ്ങനെ വോട്ട് ചെയ്ത് പോകാൻ. അങ്ങനെ ടിക്ക് ചെയ്ത് നോക്കുമ്പോ ശാരദ ടീച്ചർ എന്ന് പറഞ്ഞ ടീച്ചർ മുപ്പത്തേരെ ഭർത്താവിന്റെ നാട്ടിലേക്ക്, മുപ്പത്തേര് വിധവയാണ്, ഭർത്താവിന്റെ നാട്ടിലേക്ക് ഡ്യൂട്ടിക്ക് പോയതാണ്. എല്ലാവരും പേരും ഇങ്ങനെ വായിച്ചു. ഭാസ്കരൻ മാഷാണ് മുപ്പത്തേരെ ഭർത്താവ്. ഉടനെ വോട്ട് ചെയ്ത് പോയവരുടെ കൂട്ടത്തിൽ മേലെ വീട്ടിൽ ഭാസ്കരൻ. ഇതെന്ത് കേട്ടേക്ക് ടീച്ചർ പെന്നെ അവിടെ വെച്ചിട്ട് പറഞ്ഞു, ഓ ഇതുവഴി വന്ന് എന്നോടൊരു വാക്കുപോലും മിണ്ടിയില്ലല്ലോ. ആ ഭാഗം മരിച്ചിട്ട് 4 കൊല്ലായി ആൾക്കാരെ. അയാൾ വന്ന് വോട്ട് ചെയ്ത് പോയി, മുപ്പത്തേരോട് മുണ്ടില്ല. മാഷിച്ചേരുടെ മുദ്രാവാക്യം തന്നെ, ധീര രക്തസാക്ഷികളെ ഇല്ല, നിങ്ങൾ മരിച്ചിട്ടില്ല, ജീവിക്കുന്നു ഞങ്ങളിലൂടെ. വളരെ സത്യല്ലേ? ഓരോ മരിച്ചാലും ഇവരിലൂടെ ജീവിക്കില്ലേ? നടന്ന് വോട്ട് ചെയ്യാൻ. ഞാൻ ചോദിക്കുന്നു, കണ്ണൂരിലെ തെരഞ്ഞെടുപ്പ് പോലെയാണോ നമ്മളെ തെരഞ്ഞെടുപ്പ്? അല്ല. ആണത്തത്തോടുകൂടി പോളിംഗ് സ്റ്റേഷനിൽ എല്ലാ എതിരാളിക്കും ഇരിക്കാം. സ്ഥാനാർത്ഥികളായി നിൽക്കുന്നവരെ കണ്ടു നിങ്ങൾ? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ജയിലിൽ നിന്നാണ് കൊടുന്നത് കാരായി രാജനെ, കാരായി ചന്ദ്രശേഖരനെ. ഇന്നതാ ഫസലിന്റെ ജ്യേഷ്ഠൻ കാരായി രാജനെ കുറിച്ചിട്ട് നാട്ടിൽ രംഗുണ്ട്. മാലിടുന്ന് കാരായി രാജൻ ജില്ലാ പഞ്ചായത്തിന്റെ പ്രസിഡന്റിനെ ആരാ, ഫസലിന്റെ മൂത്ത ജ്യേഷ്ഠൻ, അദ്ദേഹത്തെ ആരാർപ്പണം നടത്തുന്നുണ്ട്. മൂപ്പരെ ലെവൽ എന്താന്നുള്ളത് അവിടെ മുമ്പിൽ അന്വേഷിക്കണം. ഞാൻ ഇവിടെ മൈക്കിൽ കൂടി പറയുന്നില്ല. ആ ഫസലിന്റെ ഭാര്യ മറിയും മത്സരിച്ച് UDF-നെതിരെ. അവിടെ നമ്മൾ 48 വോട്ടിന് ജയിച്ചു. മറിയും നിൽക്കേണ്ടത് എവിടെയെന്ന് അറിയാം, തന്റെ പ്രിയതമനെ വകവരുത്തിയ ഇവർക്കെതിരെയാണ്. അവിടൊക്കെ വലിയ ബോർഡാ. കാരായി രാജൻ ജയിലിൽ നിന്ന് വന്നിട്ടാ മത്സരിക്കുന്നത്. സൈദാർ പടിയുടെ മുമ്പിലുണ്ട് തലശ്ശേരിക്ക് ഒരു ബോർഡ്, കാരായി രാജന്റെ കാരായി ചന്ദ്രശേഖരന്റെ. എന്താ ബോർഡിൽ? നാട് കടത്തലിന്റെ 2ാം വർഷം. ആളെ കൊന്നിട്ട് പോയതാണ്. നാട് കടത്തലിന്റെ 2ാം വർഷം നിജിതമായതാന്ന് തോന്നിപ്പോ ബോർഡ് കണ്ടാല്. ഇതാണ് സ്ഥിതി. അങ്ങനെ ഷുക്കൂറിനെ കൊന്ന പ്രതിയായ പ്രകാശൻ മത്സരിച്ചു. ആലോചിക്കണം നിങ്ങൾ, അവിടുത്തെ സ്ഥിതി അതാണ്. എന്നാൽ നമ്മൾ കണ്ടോ, പാരമ്പര്യമുള്ള ആളുകളെ നിർത്തി നമ്മൾ മത്സരിച്ചു. പല സ്ഥലത്തും അന്തസ്സായ രീതിയിൽ. നോക്കൂ നിങ്ങൾ, BJP ജയിക്കുന്നു എന്ന് കണ്ടിട്ടും ലീഗിനെയും കോൺഗ്രസിനും തോൽപ്പിച്ച് 10 BJP-ക്കാരെ താലൂക്ക് ജയിച്ചിട്ടുണ്ട്. അത് നോക്കണം. എവിടെയാണ് അവിടെ മോഡി? ഇനി എവിടെ എത്താൻ ബാക്കി? ഞാൻ നിർത്തിക്കൊണ്ടുപോവല്ല. മോഡി പ്ലേറ്റിലെത്തി, തീർമേശയിലല്ല, പ്ലേറ്റിലെത്തി. ഏതാ ഫ്രിഡ്ജിലിരിക്കുന്ന മാംസം നോക്കുകയാണ്. മുഹമ്മദ് അഖലാഖ് എന്ന് പറഞ്ഞ മനുഷ്യനെ കൊന്നപ്പോ അയാളുടെ മോള് പറഞ്ഞൊരു വർത്താനുണ്ട്, കൽബ് തട്ടി വർത്താനാണ്. ആ കൊണ്ടുപോയി പരിശോധിക്കുന്ന ഇറച്ചി പശുവിന്റേതല്ല എന്ന് തിരിഞ്ഞാൽ നിങ്ങളെന്റെ ബാപ്പാന്റെ ജീവൻ തിരിച്ചു തരുമോ? 1.5 ചോദ്യമാണ്. ഫോറൻസിക് ഡിപ്പാർട്ട്മെന്റ് പരിശോധിച്ചു, മധുരയിൽ കൊണ്ടുപോയി ആ ഇറച്ചി പശുവിന്റെതല്ലാന്ന് ബോധ്യമായിരിക്കുന്നു. കേരള ഹൗസിൽ വന്ന് കുഴപ്പമുണ്ടാക്കി, പശുവിന്റെ ഇറച്ചിയാന്ന് പറഞ്ഞിട്ട് ആ ഇറച്ചിയും പരിശോധിച്ചു. ആ ഇറച്ചി എന്തല്ല, പശുവിന്റെ ഇറച്ചിയല്ല. ഉബൈദുള്ള സാഹിബ് ഇന്ത്യയുടെ പ്രധാനമന്ത്രിനെ കാണുമ്പോൾ നിങ്ങൾ പറയണം, ഞാൻ പറഞ്ഞെന്ന് പറയണം. ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്ക് ആദ്യം പഠിപ്പിച്ചു കൊടുക്കേണ്ടത് ഇന്ത്യയുടെ മതേതരത്വം എന്താ, ജനാധിപത്യം എന്താ, സോഷ്യലിസം എന്താന്നല്ല, ആടേതാ, പോത്തേതാ, പശു ഏതാ എന്നാണ് പഠിപ്പിക്കേണ്ടത്. അതുകൊണ്ട് കുഞ്ഞുമക്കളെ, നമ്മുടെ മുന്നണി അന്തസ്സുള്ള